അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 21, 2025 ചെന്നൈയിലെ കൊളത്തൂറുള്ള വുമൻസ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ 22 വയസ്സുള്ള മകളെയും കൊണ്ട് അങ്ങോട്ട് എത്തുന്നത്. ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ എന്തോ വലിയൊരു സീനുണ്ട് എന്നുള്ളത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ അവർ പെൺകുട്ടിയോട് ഇരിക്കാനായിട്ട് പറഞ്ഞു. എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ ആ സമയത്ത് ആ പെൺകുട്ടിക്ക് തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ കരച്ചിൽ, കണ്ണീന്ന് വെള്ളം വരുന്നു. അവരെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ട്, എന്നാൽ എന്താണ് നടന്നതെന്നുള്ളത് പറയാൻ പറ്റാത്ത അത്രയും ഡെവിസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ അവർക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു, സമാധാനിപ്പിച്ചു. പതുക്കെ പറഞ്ഞാൽ മതി, എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്നുള്ളൊരു ഉറപ്പ് ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ തലേ ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ അവരെല്ലാവരും തന്നെ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. നമ്മൾ ജസ്റ്റ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങളിലായിക്കോട്ടെ, പഠിക്കുന്ന സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയൊക്കെ നമ്മൾ മുന്നേറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾ കൂടുതലായിട്ട് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ചില സ്ഥാപനങ്ങളിൽ ഒരു ആൺകുട്ടി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹോൾഡോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്യുവർലി ടാലൻറ്റിൻ്റെയും അവരുടെ ഇൻ്റർവ്യൂയുടെ ബേസിലൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ സ്ഥിതി കുറേ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം നോക്കിയിട്ട്, ആ ഒരു പെൺകുട്ടി എന്നോട് സഹകരിക്കുമോ എന്ന് നോക്കിയിട്ട്, അതേപോലെ തന്നെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് ചില മാനേജർമാർ, വളരെ കുറച്ചുണ്ടാവുള്ളൂ എന്നാലും ചില മാനേജർമാർ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോഴൊക്കെ ഈ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നത്. പല റിപ്പോർട്ട്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ തന്നെ പറയുന്ന ഓണേഴ്സും അതേപോലെ തന്നെയുള്ള മാനേജേഴ്സും ഒക്കെ ഉണ്ട്. യെസ്, മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പൊസിഷനിലോട്ടൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പലതരത്തിലും പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 22 വയസ്സുള്ള സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു നിലയിലെത്തണം എന്നുള്ളതായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം. എന്നാൽ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുകയുണ്ടായി. ആ ഇൻസിഡൻസിനെ കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയതെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ചെന്നൈയിലെ കൊളത്തൂറായിരുന്നു കേട്ടോ ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചു വളർന്നത്. അവിടെ തന്നെയായിരുന്നു സ്കൂളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ ഒരുപാടധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ആ സമയത്തൊക്കെ ആരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് സ്വാതി എന്നുള്ള ഒരു രീതിയിലുള്ള മറുപടി മാത്രമേ ലഭിക്കാറുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരുടേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും താൻ പഠിച്ച് വലിയൊരു നിലയിലെത്തിയിട്ട് ഫാമിലിനെ ഉയർത്തിക്കൊണ്ടുവരണം. അച്ഛനും അമ്മയൊക്കെ ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. താനൊരു നിലയിലെത്തിയിട്ട് തൻ്റെ ശമ്പളം കൊണ്ട് തനിക്ക് വീട്ടുകാരെ നോക്കണം, അവരുടെ അടുത്ത് ജോലിക്കൊന്നും പോകണ്ട, ഒരു ഭാഗത്തിരുന്നോ എന്ന് പറയാൻ പറ്റണം എന്നുള്ളതായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ സ്വാതിയുടെ +2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും നല്ലൊരു കോഴ്സ് എടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെയാണ് അവർ ഫിസിയോതെറാപ്പി ചൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാടധികം ഫിസിയോതെറാപ്പി ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സ്ഥിരമായിട്ട് ആളുകളും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോയി, ഓർത്തോ ഡോക്ടർ ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ റൊമറ്റോളജി, അല്ലാന്നുണ്ടെങ്കിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ജോയിൻറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുക, തളർച്ച, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം പരിപാടികൾക്ക് ഫിസിയോതെറാപ്പി സെഷൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോകാറുള്ള ആളുകളൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഡെയിലി ബേസിസിൽ സെഷൻസ് പറയും, പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആവും, പിന്നെ അത് നിൽക്കും. അതായത് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്. ഈ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വാതി ഫിസിയോതെറാപ്പി ചൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതും. കാര്യം അവർക്ക് മെറിറ്റിലൊക്കെ ആയിരുന്നു സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിലും അത് ഒരു പ്രൈവറ്റ് കോളേജായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഫീസ് കൊടുക്കാനായിട്ട് ഇവരുടെ ഫാമിലിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അച്ഛനും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചത്. വീട്ടിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ബോധ്യവും ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തീരെ ഉഴപ്പാതെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാ സെമസ്റ്ററിലും എല്ലാ ഇയറിലും അവർ ടോപ്പ് പൊസിഷനുകളിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ സ്വാതി ഫൈനൽ ഇയർ ആയി. അപ്പം ഇനി കുറച്ച് നാൾ കൂടി ഒരു കോഴ്സുള്ളൂ. കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്തിട്ട് അതിനുശേഷം സ്വന്തമായിട്ടൊരു ഫിസിയോതെറാപ്പി ക്ലിനിക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് അവരുടെ ആഗ്രഹം.
അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം ഹൗസ് സർജൻസി, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 6 months എന്തോ. അപ്പോൾ ഇവരുടെ കോളേജിൽ നിന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും പല പല ഫിസിയോതെറാപ്പി സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെയുള്ള ഇൻറ്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ആ ഒരു ഏരിയയിലുള്ള ഒരുപാടധികം ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാണ്. പല ആളുകളും അവരുടെ സുഹൃത്തുക്കൾ ത്രൂ റിലേറ്റീവ്സ് ത്രൂ ഒക്കെ പരിചയമുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്സിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്തു. ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ് നല്ല ക്ലിനിക്ക്, എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും തനിക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റുക, അതേപോലെ തന്നെ ഏതൊരു ഏരിയ ആയിരിക്കും നല്ലത്, അങ്ങനെയുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പല പല ക്ലിനിക്കിലോട്ട് പോകാനും അതേപോലെ തന്നെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ചെന്നൈയിലെ പെരുവാളൂരുള്ള കാർത്തികേയൻ എന്ന് പറയുന്ന ഒരാളുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലോട്ട് സ്വാതി എത്തുകയാണ്. ആ ഒരു സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലയൻസ് ഉണ്ട്. കാർത്തികേയനാണെന്നുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടേഷനും ഉണ്ട്, നല്ല കൈപ്പുണ്യമുള്ള ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്ന ഒരു സ്പേസാണ്. അപ്പോൾ നേരെ തന്നെ ഈ ഒരു സ്വാതി അങ്ങോട്ട് എത്തുകയാണ്. അവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. ഈ ഒരു സമയത്ത് കാർത്തികേയൻ ഏകദേശം ഒരു 30 വയസ്സായിരുന്നു കേട്ടോ പ്രായം. പിന്നെ ഈ കാർത്തികേയൻ ജസ്റ്റ് ആളുടെ ക്ലിനിക്കിൽ വെച്ചിട്ട് മാത്രമായിരുന്നില്ല ക്ലയൻസിനെ അറ്റൻഡ് ചെയ്തിരുന്നത്, അവരുടെ വീട്ടിലോട്ട് പോയിട്ടും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ഡിമാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ ഒരു സ്വാതി ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഇയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല വൃത്തിക്ക് ആ ഒരു പെൺകുട്ടി മറുപടി പറയുകയാണ്. എങ്ങനെയാണ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക, ഇങ്ങനെ ഈ ജോയിൻറ്റ് ട്രീറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഒരുപാടധികം ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിന് യൂഷ്വലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടി, അതേപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ചോദ്യത്തിനും നല്ല രീതിയിൽ തന്നെ മറുപടി പറയുകയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്വാതി സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ക്ലിനിക്കിലും ഇതേപോലെ തന്നെ ജോലി ചെയ്യണം, ചില സമയങ്ങളിൽ പുറത്ത് പോയിട്ട് ക്ലയൻസിൻ്റെ വീട്ടിൽ പോയിട്ടും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇതായിരുന്നു അവരുടെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി കുറച്ച് നാൾ ആരെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു തെറാപ്പി ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ വീട്ടിലൊക്കെ പോയി ചെയ്തു കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ എമൗണ്ട് കിട്ടും എന്നുള്ളൊരു തോട്ടിലൊക്കെ ആയിരുന്നു ആ ഒരു പെൺകുട്ടി അവിടെ ജോയിൻ ചെയ്തത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഇന്റേൺഷിപ്പിൻ്റെ ടൈമിൽ അത്ര വലിയ സാലറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാവുന്ന രീതിയിലൊരു സ്റ്റൈപ്പൻറ്റും ഇതേപോലെ തന്നെ ഈ ഒരു സ്വാതിക്ക് കാർത്തികേയൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്വാതിക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അവരവിടെ ജോലിക്ക് കയറി. എന്നാൽ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ സ്വാതിക്ക് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്ത് കോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിൽ വർക്ക് എത്രത്തോളം ഉണ്ടാവും, എങ്ങനെയായിരിക്കും എക്സാക്റ്റ് വർക്ക് പ്രഷർ എന്നുള്ളത് നമുക്ക് കോളേജിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ ജോലിക്ക് പോകുക തന്നെ വേണം. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇൻറ്റേൺഷിപ്പിന് സ്റ്റാർട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് അതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാവുന്നത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ക്ലിനിക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങി പേഷ്യൻസ് ഉണ്ടാവും. ഒന്ന് മാറി അടുത്തടുത്ത ആളുകൾ വരും. അതിനുശേഷം ഈവനിങ് ടൈം ആകുമ്പോൾ ഇതേപോലെ തന്നെ പല വീടുകളിലൊക്കെ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുത്തിട്ട് വരേണ്ടി വരും. എങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു 10 മണിയൊക്കെ ആവും. രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 10 മണി, രാത്രി ഒരു 10 മണിയൊക്കെ ആവും ഒന്ന് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി ഒന്ന് ജസ്റ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി പിന്നെയും ഇതേപോലെ തന്നെ റിപ്പീറ്റ്. ഇതായിരുന്നു അവരുടെ ആ ഒരു റൊട്ടീൻ. അതായത് വർക്ക് പ്രഷർ ഒഴിഞ്ഞിട്ട് ഒരു നേരെ അവർക്ക് ഉണ്ടായിരുന്നില്ല. വർക്കിനെ കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കാർത്തികേയൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് ആൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ പലപ്പോഴും ഇയാൾ ഇതേപോലെ ക്ലയൻസിൻ്റെ വീട്ടിലോട്ടൊക്കെ ഈ പെൺകുട്ടി പോകുന്ന സമയത്ത് കൂട്ടുപോകാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചിങ്ങേറ്റ് കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാർത്തികേയനും അവരും തമ്മിലുള്ള ഒരു സീനിയർ ജൂനിയർ ബന്ധം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുകയാണ്. തനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന തൻ്റെ ഒരു ചേട്ടനെ പോലുള്ള ഒരാളായിട്ടായിരുന്നു ഈ സ്വാതി അയാളെ കണ്ടിരുന്നത്. യെസ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ അത്രയും പൊളൈറ്റ് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റവും അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചും കാര്യങ്ങളും പിന്നെ ചീത്ത പറഞ്ഞ കൊടുത്ത് ചീത്ത പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സേഫ്റ്റി ഒരു പെൺകുട്ടിക്ക് ഫീൽ ചെയ്യാണ്. എന്നാൽ ആ സമയത്ത് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല ഇയാളാണ് ഇതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മൃഗം എന്നുള്ളത്. യെസ്, തൻ്റെ ക്ലയൻസിൻ്റെ അടുത്തു നിന്നല്ല, തൻ്റെ സീനിയർ ആയിട്ടുള്ള താൻ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു കാർത്തികേയൻ്റെ അടുത്ത് നിന്ന് ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു അനുഭവം, തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും എന്നുള്ളത് ആ സമയത്ത് ആ ഒരു പെൺകുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 20, 2025.
അന്നത്തെ ദിവസം ഒരുപാടധികം ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വർക്ക് ലോഡ്. അപ്പോൾ സ്വാതി വൈകുന്നേരം, അതായത് രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ പോകാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കാർത്തികേയൻ വരുന്നത്. എന്നിട്ട് ആൾ പറഞ്ഞു, നമുക്ക് 1-2 ബുക്കിംഗ് കൂടെ ഉണ്ട്, അത് വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒന്ന് ആലോചിച്ചു, സീനിയറാണ് വിളിക്കുന്നത്, താൻ ഇൻറ്റേൺഷിപ്പിന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഒരു അപ്രൻറ്റീസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഇൻറ്റേണൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ സീനിയേഴ്സൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി യെസ് പറയും. അത് തന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത്. ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി യെസ് പറയുകയാണ്. അങ്ങനെ ഇയാളുടെ കാറിൽ കയറിയിട്ട് ആദ്യം അവർ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി, അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വേറൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അവിടെയും പോയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ചു വന്നിങ്ങേറ്റ് കാറിൽ കയറുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും നിന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടാം, നീ എന്തായാലും ഒരു ജ്യൂസ് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. ആ പെൺകുട്ടി ആ ഒരു ജ്യൂസ് കുടിച്ചു. വീട് എവിടെയാണെന്നുള്ളതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ ഒരു കാറ് കുറച്ചങ്ങ് മൂവ് ചെയ്തു. അപ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. യെസ്, എത്ര നേരം സ്വാതി ബ്ലാക്ക് ഔട്ട് ആയെന്നുള്ളത് ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ, അതായത് ഡിസംബർ 21, 2025 അതിരാവിലെ ഈ ഒരു പെൺകുട്ടി കണ്ണുറക്കുമ്പോൾ അവർ വേറൊരു സ്പേസിലാണ്, വേറൊരു മുറിയിൽ ഒരു ബെഡിൽ കിടക്കുകയാണ്. അതേപോലെ തന്നെ ദേഹത്ത് അവിടെ ഇവിടെ ഒക്കെ പെയിൻ ഉണ്ട്, പ്രൈവറ്റ് പാർട്ടിൻ്റെ അവിടെ പെയിൻ ഉണ്ട്. അവർ നോക്കിയപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ അവർ കരയാൻ തുടങ്ങി. എന്താണ് തനിക്ക് പറ്റിയത്, എന്തൊക്കെയാണ് നടക്കുന്നത്, താൻ എവിടെയാണ്, ഇതൊന്നും അവർക്ക് ആ ഒരു പോയിന്റിൽ എന്താ പറയുക റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ 1-2 ക്ലയൻസിനെ കാണാനുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോകാനായിട്ട് തൻ്റെ ബോസിൻ്റെ കാറിൽ കയറിയതാണ്. കാറിൽ കയറിയ ടൈമിൽ ആളെനിക്കൊരു ജ്യൂസ് കുടിക്കാൻ തന്നു, അത്ര വരെ അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു റൂമിൽ ചുറ്റും നോക്കുന്ന സമയത്ത് കാർത്തികേയൻ്റെ ഒരു ഫോട്ടോ അവർ കാണുകയാണ്. അപ്പോൾ ഇത് അയാളുടെ മുറിയാണെന്നും അയാളാണ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് തൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്തിട്ടിങ്ങായിട്ട് പുറത്തോട്ട് ഓടുകയാണ്. ആ സമയത്ത് ആൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ആളെന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയേക്കായിരുന്നു. നേരെ പുറത്തെത്തി കരഞ്ഞുകൊണ്ട് അവർ ഒരു ഓട്ടോറിക്ഷയിൽ കയറിങ്ങായിട്ട് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയി. അപ്പോൾ തലേ ദിവസം മകളെ കാണാതായതിൻ്റെ ഒരു പാനിക്ക് പാരൻസിനുണ്ടായിരുന്നു. എന്നാലും ചില ദിവസങ്ങളിൽ ഭയങ്കര ലേറ്റായിട്ടൊക്കെ പെൺകുട്ടി വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു, ഈ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം വർക്കും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു ക്ലിനിക്കിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു തോട്ടിലായിരുന്നു പാരൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് ഇവർക്ക് ഫീൽ ചെയ്യാണ്. ഫുള്ള് കരഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി വീടിൻ്റെ അകത്തോട്ട് കയറിയത്. നേരെ തന്നെ തൻ്റെ മുറിയിലോട്ട് കയറിയിട്ട് വാതിലടച്ചിട്ട് അവിടെ ഇരുന്ന് കരയായിരുന്നു. കുറേ നേരം കഴിഞ്ഞു. പേരൻസ് വന്ന് തട്ടി വിളിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടി ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വീണ്ടും വീണ്ടും തട്ടി ലാസ്റ്റ് ആ ഒരു പെൺകുട്ടി ഡോർ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ച് കരയാണ്. എൻ്റെ ജീവിതം പോയി, ഞാനിനി എങ്ങനെ ജീവിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി. പേരൻസിന് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു പകപ്പുണ്ടായിരുന്നു. തങ്ങളുടെ മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പേടി സത്യമാവുകയായിരുന്നു. അപ്പോൾ തനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാതി തൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറയാണ്. ആ പെൺകുട്ടിയുടെ ബോഡിയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ പാടുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാർത്തികേയൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിതിനെക്കുറിച്ചൊന്നും തീരെ ബോധേഡായിരുന്നില്ല. ആളുടെ തോട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്വാതി തൻ്റെ ജൂനിയർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അവൾ എന്തായാലും ഇത് പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് കൊള്ളാവും, അതേപോലെ തന്നെ അവളുടെ ഫ്യൂച്ചർ, അതേപോലെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയമല്ലേ. അപ്പോൾ എന്തായാലും ഇത് അവൾ ആരോടും പറയില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാർത്തികേയൻ്റെ ഫോൺ വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി കോൾ എടുത്തു. അപ്പോൾ ഈ കാർത്തികേയൻ പറയാണ്, നീ എവിടെ പോയേക്കായിരുന്നു, ഞാൻ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയാണ്, തിരിച്ചു വന്നപ്പോൾ നിന്നെ കാണില്ല, ഞാൻ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നീ മുങ്ങിയല്ലേ എന്നുള്ളത് സ്വാതിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വാതിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു. തൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജീവിതം നശിച്ചിട്ടില്ല, ഇതൊരു ജസ്റ്റ് ഒരു രാത്രികാലത്തെ കാര്യമല്ലേ, ഒരു നൈറ്റ് ഔട്ട് ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി, അല്ല നീ എന്തായാലും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നീ ഫുൾ ഉറക്കത്തിലായിരുന്നല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ തന്നെയാണോ ചെയ്തത്, അങ്ങനെ പറയാണ്. അതേപോലെ തന്നെ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഇനിയിപ്പോൾ താൻ പറയുന്നത് കേൾക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, അതായത് വല്ല അതോറിറ്റീസിനെ വിവരം അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാരൻസിനോട് പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിൻ്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയാണ് ബാധിക്കുക, നിൻ്റെ ഇൻറ്റേൺഷിപ്പ് കൊള്ളാവും, നിനക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനായിട്ട് പറ്റില്ല,
അങ്ങനെ എന്താ പറയുക, ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. യെസ്, നിന്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോകും, നിനക്കൊരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടൂല, കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ആ രീതിയിൽ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്, കരിയർ നശിപ്പിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ പാരൻസും തീരുമാനിക്കുകയാണ് ഇതിനു മേലെ ഇയാളെ വെച്ചുറപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഞാനൊരു സ്വാതി, എന്നെപ്പോലെ എത്ര പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇയാൾ ഈ ഒരു സമയത്ത് വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും എത്ര പെൺകുട്ടികളെ അയാൾ ചൂഷണം ചെയ്യും. ഇത്തരത്തിലുള്ള തോട്ട്സൊക്കെ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ മൈൻഡിലുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പോലീസിൽ പോകണം, കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആ ഒരു പെൺകുട്ടിയും പാരൻസും എത്തുന്നതും അവിടെ നിന്ന് നേരെ തന്നെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. പോലീസുകാർ ഒരു കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. എന്നുണ്ടെങ്കിൽ ആളുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് അതേ ഡ്രസ്സിൽ അതേപോലെ ഒന്ന് കുളിക്കോ മുഖം കഴുകുകയോ പോലും ചെയ്യാതായിരുന്നു നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്കറിയാം അവരുടെ ദേഹത്ത് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, DNA സാമ്പിൾസൊക്കെ കിട്ടും. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടും, തെളിവുകൾ നഷ്ടപ്പെടും. സോ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് അവരുടെ ബോഡി മുഴുവൻ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ പലതരത്തിലുള്ള പാടുകളും കാര്യങ്ങളൊക്കെ അവരുടെ മേത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ റേപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതേപോലെ തന്നെ സെമൻ ട്രേസസ് ഒക്കെ ഇവരുടെ ബോഡിയിൽ നിന്നും പോലീസുകാർ, അതായത് ഡോക്ടേഴ്സ് കണ്ടെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഒരു പോലീസ് ടീം കാർത്തികേയനെ അറസ്റ്റ് ചെയ്യാനും പുറപ്പെട്ടു. അങ്ങനെ പോലീസുകാർ അവിടെ എത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാണ്. അയാളെ അറസ്റ്റ് ചെയ്ത വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള കാർത്തികേയനെ അറസ്റ്റ് ചെയ്തു. ആൾ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, നല്ല തിരക്കുള്ളൊരു ഡോക്ടറായിരുന്നല്ലോ, എന്താണ് അവൾക്ക് പറ്റിയത്, എന്തിനാണ് ആൾ അറസ്റ്റ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അന്വേഷിച്ച ആളുകൾ ഇങ്ങനെയുള്ളൊരു കേസാണ്, ഇതിനാണ് കാർത്തികേയനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു കാർത്തികേയനെ പോലീസുകാർ കൊണ്ടുവന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ വളരെ കൂളായിട്ടായിരുന്നു മറുപടി പറഞ്ഞത്. ഇല്ല സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അവൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടും അവളെ പെർമനൻ്റ് ആക്കാൻ എന്നോട് പറഞ്ഞു, അതേപോലെ തന്നെ സാലറി കൂട്ടി തരാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടു, അപ്പോൾ അത് ഞാൻ പറ്റില്ല എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ എനിക്കെതിരെ എന്താ പറയുക ഒരു ഫോൾസ് കംപ്ലയിൻറ്റ് കൊടുത്തേക്കാണെന്നുള്ള രീതിയിലായിരുന്നു ഇയാൾ പോലീസിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത്. പോലീസുകാർ പറഞ്ഞു അവളുടെ ബോഡിയിൽ അതിനുള്ള പാടുണ്ട്, അതേപോലെ തന്നെ DNA ട്രേസസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നീ വെറുതെ കഥ പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ നുണ മാറ്റി വേറെ നുണ പറയാണ്. രണ്ടാമത് ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താനും ആ ഒരു പെൺകുട്ടിയും അടുപ്പത്തിലായിരുന്നെന്നും ഇതിനു മുൻപും ഇതേപോലെ തന്നെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നും, അപ്പോൾ തൻ്റെ സ്വത്തിലും ഫിസിയോതെറാപ്പി ക്ലിനിക്കിലും ഇതിലൊക്കെ ആയിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ കണ്ണെന്നും, അപ്പോൾ താനതിന് ഒന്ന് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആകെ പ്രശ്നമായിട്ട് അതിന് ശേഷം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് ആ ഒരു പെൺകുട്ടി കൊടുത്തത് എന്നുള്ളൊരു നിലയിലായിരുന്നു ആൾ രണ്ടാമത് പറഞ്ഞ നുണ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഊരിപ്പോരാനായിട്ട് പറ്റും എന്നുള്ളതായിരുന്നു ആളുടെ തോട്ട്. എന്നാൽ പോലീസുകാർ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ റൂമും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു ജ്യൂസ് കുടിച്ചിട്ടായിരുന്നല്ലോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും ഏത് തരത്തിലുള്ള ഡ്രഗാണ് യൂസ് ചെയ്തതെന്നുള്ളതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം മരുന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസിനൊരു സ്ട്രോങ് എവിഡൻസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ആളുടെ റൂമും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആൾ അവിടെ ഒളിപ്പിച്ച് വെച്ച നിലയിലുള്ള ഈ മരുന്നുകളും കാര്യങ്ങളെല്ലാം പോലീസുകാർ കണ്ടെടുക്കുകയായിരുന്നു. ഇതുകൂടെ കിട്ടിയപ്പോൾ ആൾക്ക് മനസ്സിലായി ഇനി തനിക്കൊരു രക്ഷയില്ല എന്നുള്ളത്. അവസാനം ഒരുപാട് നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ താനാണ് പീഡിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം അയാൾ അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ കാർത്തികേയൻ്റെ തന്നെ മുൻപത്തെ ലേഡീസ് ആയിട്ടുള്ള ക്ലയൻസ് ഇയാൾക്കെതിരെ രംഗത്ത് വരികയാണ്. ഇയാൾ തങ്ങളുടെ എന്താ പറയുക ബോഡിയിൽ അവിടെ ഇവിടെ ഒക്കെ പിടിക്കുന്ന ടൈമിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു തങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇയാളുടെ ഇൻറ്റൻഷനൊക്കെ വളരെ മോശമായിരുന്നു. ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു നിലക്കായിരുന്നില്ല, വേറെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ടും പലതരത്തിലും ഇയാൾ എന്താ പറയുക തങ്ങൾ അവിടെ ഇവിടെ കയറി പിടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നതായിട്ടും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പോലീസുകാർ അടുത്തതായിട്ട് നോക്കിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുൻപ് ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ എത്ര പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇതിന് മുൻപ് അവിടെ വന്നിരുന്ന പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അങ്ങനെ പല പെൺകുട്ടികളെയും പോലീസുകാർ വളരെ രഹസ്യമായിട്ട് പോയി കാണുകയാണ്. അപ്പോൾ അതിൽ ഒരുവിധം എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റേൺഷിപ്പിന് വരുന്ന സമയത്ത് 21, 22, 23 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ കറക്റ്റ് ടൈമിങ് നോക്കിയിട്ട് ആരുമില്ലാത്ത ടൈമിൽ ആൾക്ക് വലിയ സീനൊന്നും വരാത്തൊരു സമയം നോക്കിയിട്ടായിരുന്നു ആൾ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നത്. പിന്നെ ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ട് പോകാനായിട്ട് അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എൻ്റെ ഒരു ജീവിതത്തിലെ കറുത്ത അധ്യായമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പെൺകുട്ടികൾ ഒരുപാട് പേര് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഈ കാർത്തികേയനെ എങ്ങനെയാണ് പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാതിയെ പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ മാത്രമേ ഇയാൾ ഇന്റേൺഷിപ്പിന് അക്സെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു സീനിയറിൻ്റെ പോലെ ആൾ പെരുമാറും, അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഒക്കെ കൊടുക്കും, അതേപോലെ തന്നെ വർക്ക് ലോഡ് കൊടുക്കും. യെസ്, നല്ല രീതിയിൽ വർക്ക് പ്രഷർ കൊടുക്കും. അങ്ങനെ വർക്ക് എന്നുള്ളതല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പോലുള്ളൊരു സമയം ആ പെൺകുട്ടികൾക്ക് ഇയാൾ കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ വീട്ടിൽ പോയിട്ടുള്ള ഫിസിയോതെറാപ്പി, അങ്ങോട്ടുള്ള പോക്ക് ഇങ്ങോട്ടുള്ള പോക്ക്, ഇതിനൊക്കെ ഇയാൾ കൂടെ പോകുന്നുണ്ടാവും. ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കും. അത്രത്തോളമൊക്കെ ആകുമ്പോൾ ഇയാളുടെ അടുത്തൊരു വിശ്വാസ്യത ഇവർക്ക് വരികയാണ്. സോ ഇയാൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് റീഡ് ചെയ്യാനായിട്ട് ഈ ഒരു പെൺകുട്ടികളെ കൊണ്ട് സാധിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കറക്റ്റ് ടൈം നോക്കിയിട്ടായിരുന്നു ഇവരെ കറക്റ്റായിട്ട് ചൂഷണം ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ലേറ്റ് നൈറ്റൊക്കെ ആയിട്ട് പെൺകുട്ടികൾ അവിടെയുള്ള ടൈമിൽ വേറെ ആരും ഇല്ലാത്തൊരു ടൈമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ജ്യൂസിലോ എന്തെങ്കിലും ഇറക്കിയിട്ട് ഉറക്ക ഗുളിക ഈ പെൺകുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഈ ക്ലിനിക്കിൽ തന്നെയുള്ള റൂമിൽ വെച്ചിട്ട് പല പെൺകുട്ടികളെയും ഇയാൾ ഇതേപോലെ തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൾക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടിയത് അന്നത്തെ ദിവസം നൈറ്റ് 2 ഫിസിയോതെറാപ്പി സിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പോൾ ആ ഒരു ടൈം കറക്റ്റായിട്ട് ആൾ ചൂസ് ചെയ്തിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ കറക്റ്റ് അതിലോട്ട് ലീഡ് ചെയ്തതും അതേപോലെ തന്നെ തൻ്റെ ചൂഷണത്തിന് ഇരയാക്കിയതും. പിന്നെ കൂടുതലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റേൺഷിപ്പിന് വരുന്ന പല പെൺകുട്ടികളുടെ അടുത്ത് ഇയാൾ പ്രണയം നടിച്ചിട്ടും അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ആദ്യം പ്രണയം നടിച്ച് ചൂഷണം ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ആൾ ആ ഒരു ട്രാക്ക് സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കും. ഇല്ലാത്ത പെൺകുട്ടികളെ ആൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും സെഡേറ്റീവ്സോ കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആളുടെ ആ ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്കിനുള്ളിൽ വെച്ച് തന്നെ, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ഇപ്പോൾ സ്വാതിയുടെ കാര്യം പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ ആളുടെ വീട്ടിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടോ ആൾ പലതരത്തിൽ പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്തൊക്കെയാണെങ്കിലും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർത്തികേയനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണുള്ളത്. ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൂടാതെ ഇനിയും പെൺകുട്ടികൾ ഇയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസുകാരുള്ളത്. ഒരുപാടധികം കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൂടുതൽ സ്ട്രോങ് ആവാനും അതേപോലെ തന്നെ ഇയാൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും ഈ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇയാൾക്ക് ഒരു ലൈഫ് ഇംപ്രിസൺമെൻ്റ് എങ്കിലും കിട്ടണം എന്നുള്ളതാണ്. യെസ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മളുടെ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ടുള്ള നെയിമാണ്. അവരുടെ നെയിമും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. സോ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഒരു പേര് യൂസ് ചെയ്താണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ വർക്ക് പ്ലേസിൽ നിന്നോ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നോ സീനിയേഴ്സിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറ്റുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.